അമേരിക്കയുടെ 10 വർഷത്തെ ബോണ്ട് യീൽഡും ഡോളർ ഇൻഡെക്സും റെക്കോർഡ് ഹൈയിലേക്ക് ഉയർന്നതിനെ തുടർന്ന് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു. ഡോ ജോൺസ് 400 പോയിന്റ് ഇടിഞ്ഞു. ഡോ ജോൺസിനെ കൂടാതെ S&P 1.2%, നാസ്ഡാക്ക് 1.1% ഇടിഞ്ഞു. ബ്രന്റ് ക്രൂഡിന്റെ വില 0.4% ഉയർന്നപ്പോൾ ഗോൾഡിന്റെ വിലയിൽ 0.68% ഇടിവ് വന്നു. തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിൽ ഇടിവ് പ്രകടമായിരുന്നു. നിഫ്റ്റി 0.71% ഇടിഞ്ഞ് 23,644 ക്ലോസിംഗ് നൽകിയത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ തുടർച്ചയായ 10ാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് നടത്തി. FIS 1893 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 2173 കോടി രൂപയുടെ ബൈയിങ് നടത്തി. കഴിഞ്ഞ 10 ദിവസമായി ഇന്ത്യൻ മാർക്കറ്റിൽ FIS 24,000 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തേത് RVNL. RVNLന് സെൻട്രൽ റെയിൽവേയുടെ സൈഡിൽ നിന്നും 137 കോടി രൂപയുടെ ഒരു EPC പ്രോജക്റ്റ് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഇന്ന് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. മസ്കോൺ ഡോക്ക് ഷിപ്പ് ബിൽഡറിന് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്നും 1990 കോടി രൂപയുടെ ഒരു കോൺട്രാക്റ്റ് ലഭിച്ചു. ഇന്ത്യൻ സബ്മറൈനുകളിൽ എയർ ഇൻഡിപെൻഡൻറ്റ് പ്രൊപ്പൽഷൻ പ്ലഗ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള ഓർഡറാണ് മസ്കോൺ ഡോക്ക് ഷിപ്പ് ബിൽഡറിന് ലഭിച്ചത്. ഇത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ഫ്ലയർ റൈറ്റിംഗ് ഇൻഡസ്ട്രീസിൻ്റെ സബ്സിഡറി കമ്പനിയായ ഫ്ലയർ റൈറ്റിംഗ് എക്യുപ്മെൻറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ തന്നെ സ്റ്റെപ്പ് ഡൗൺ സബ്സിഡറിയായ ഫ്ലോമാക്സ് സ്റ്റേഷനറി ലിമിറ്റഡുമായി അമാൽഗമേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ ക്ലീൻ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ക്ലീൻ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഒരു പ്രധാന പ്രോഡക്റ്റായ ഡൈഹൈഡ്രോക്സി ഡയാത്തീനിൻ്റെ കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ കമ്പനി ആരംഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ക്ലീൻ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. പ്രസ്റ്റീജ് എസ്റ്റേറ്റ് ചെന്നൈയിൽ IT ഇനേബിൾഡ് സർവീസ് പാർക്ക് ആരംഭിക്കുന്നതിന് വേണ്ടി 6.53 ഏക്കർ ലാൻഡ് അക്വിസിഷൻ നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രസ്റ്റീജ് എസ്റ്റേറ്റ് എന്ന സ്റ്റോക്കിനെയും ഇന്ന് ഫോക്കസ് ചെയ്യാം. ശ്രീരാം പ്രോപ്പർട്ടീസ് അതിൻ്റെ സെക്യൂരിറ്റി ഡൈവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായി ചെന്നൈയിൽ 3.9 ഏക്കർ പ്ലോട്ട് സെൽ ചെയ്തിട്ടുണ്ട്. വക്രാങ്കി എന്ന കമ്പനി ജനറൽ ഇൻഷുറൻസ് സർവീസ് പ്രൊഡക്റ്റുകൾ ഓഫർ ചെയ്യുന്നതിന് വേണ്ടി ഫ്യൂച്ചർ ജനറൽ ഇൻഷുറൻസ് എന്ന കമ്പനിയുമായി പാർട്ണർഷിപ്പിൽ ഒപ്പുവെച്ചു. പവർ ഗ്രിഡ് എന്ന കമ്പനി പവർ ട്രാൻസ്മിഷൻ കമ്പനിയായ രാജസ്ഥാൻ ഫോറ എന്ന കമ്പനിയെ 18.4 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തു. മറ്റൊരു സ്റ്റോക്ക് വിപ്രോയാണ്. വിപ്രോ എന്ന കമ്പനി അപ്ലൈഡ് വാല്യൂ ടെക്നോളജി എന്ന കമ്പനിയെ അക്വയർ ചെയ്യാനുള്ള ഡെഡ് ലൈൻ നീട്ടിയിട്ടുണ്ട്. SBI ലൈഫ് ഇൻഷുറൻസ് ബീനാശുഗം എന്ന കമ്പനിയുടെ 10% സ്റ്റേക്കുകൾ 6.6 കോടി രൂപയ്ക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി സ്വന്തമാക്കിയിട്ടുണ്ട്. കൂടാതെ VNG ടെക്നോളജി, റെനീൽ ടെക്നോളജി തുടങ്ങിയ കമ്പനികളുടെ അമാൽഗമേഷനുമായി ബന്ധപ്പെട്ട് NCLT അപ്രൂവ് നൽകിയതിൻ്റെ പശ്ചാത്തലത്തിൽ DCX സിസ്റ്റം എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ജുബിലൻ്റ് എൻഗ്രാവ ഫോറം 1 ഏവിയേഷൻ എന്ന കമ്പനിയുടെ 6.67% സ്റ്റേക്കുകൾ അക്വയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആൾറെഡി 15.7% സ്റ്റേക്ക് അക്വിസിഷൻ ജുബിലൻ്റ് എൻഗ്രാവ നടത്തുകയും ചെയ്തു. ഇന്ന് ഫോക്കസ് ചെയ്യാവുന്ന മറ്റൊരു സ്റ്റോക്കാണ് ഗോകുൽ ആഗ്രോ റിസോഴ്സസും പ്രതാപ് സ്നാക്സിൻ്റെ ജമ്മുവിലുള്ള മാനുഫാക്ചറിംഗ് പ്ലാന്റിൽ ഫയർ ഇൻസിഡൻറ്റ് സംഭവിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനിയുടെ ഇൻവെൻറ്ററി, മെഷീൻ, ബിൽഡിംഗ്, ഫർണിച്ചർ തുടങ്ങിയവയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് പ്രതാപ് സ്നാക്സിനെ സംബന്ധിക്കുന്ന ഒരു നെഗറ്റീവ് അപ്ഡേറ്റ് ആണ്. ഗോകുൽ ആഗ്രോ റിസോഴ്സസ് എന്ന കമ്പനി മാംഗ്ലൂർ എഡിബിൾ ഓയിൽ റിഫൈനറിയുടെ 105 കോടി രൂപയുടെ അസറ്റ് അക്വയർ ചെയ്തു. ഇതുവഴി ഗോകുൽ ആഗ്രോ റിസോഴ്സസിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി 100 ടൺ പെർ ഡേ എന്ന റേറ്റിലേക്ക് ഉയർന്നേക്കും. ലുപിൻ എന്ന കമ്പനി അതിൻ്റെ ഡയബറ്റിസ് പോർട്ട്ഫോളിയോ വിപുലീകരിക്കുന്നതിന് വേണ്ടി ഹിമുൻസുലിൻ ഇന്ത്യ എന്ന പ്രോഡക്റ്റിനെ അക്വയർ ചെയ്തിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.